ഹായ് ഫ്രണ്ട്സ്, ബിവി'സ്പെഷ്യലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് റമദാൻ സ്പെഷ്യലിൽ നമ്മൾ 2 മിൽക്ക് ഷേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള, ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 2 മിൽക്ക് ഷേക്ക്. അപ്പോൾ ഡേറ്റ്സ് വെച്ചിട്ടും ബനാന വെച്ചിട്ടുള്ള 2 തരമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വേഗം തന്നെ നമുക്കിതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. വളരെ ചെറിയ വീഡിയോ ആണ്, പക്ഷേ വളരെ ഗുണകരമായിട്ടുള്ള, നല്ല ഈ റമദാൻ ടൈമിൽ ചൂടിന് നല്ല നമുക്ക് എന്താ പറയുക ചിൽഡായിട്ട് കുടിക്കാൻ പറ്റുന്ന 2 മിൽക്ക് ഷേക്ക്. അപ്പം എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡേറ്റ്സ് വെച്ചിട്ടുള്ള ഒരു മിൽക്ക് ഷേക്കാണ്. ഞാനിപ്പോൾ ഒരു വലിയ സൈസുള്ള ഡേറ്റ്സ് ആണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഞാനൊരു 5-8 എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 8 ഉണ്ട് ഇതിൽ. ഇതൊന്ന് കുരുവെല്ലാം കളഞ്ഞ് ഒന്ന് കഷ്ണാക്കി എടുക്കുക. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ചെറിയ ഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങളിതിലും കുറച്ചും കൂടെ എടുക്കുക. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇത് ക്ലീൻ ആക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇതുപോലെ ഞാൻ പീസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് പാലും ചോക്ലേറ്റ് ഐസ്ക്രീമും വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ജാറിലേക്ക് എല്ലാം ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. അതിനായി ഇത് പീസാക്കി എടുക്കണം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് ഐസ്ക്രീം, ചോക്ലേറ്റ് ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ലിഡ് ക്ലോസ് ചെയ്യുക, അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ റോബസ്റ്റ് പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറിയ പീസാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ പാലും ഐസ്ക്രീമും ഇട്ടിട്ട് എടുക്കുക. നമ്മൾ വേറെ ഷുഗറൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. കാരണം എന്തായാലും ഫ്രൂട്ട്സിനൊരു മധുരമുണ്ട്, ഡേറ്റ്സിനൊക്കെ നല്ല മധുരം ഉള്ളതാണ്, ബനാനക്കും അതുപോലെ തന്നെ. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ഐസ്ക്രീം അതിലും മധുരമുണ്ട്. അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ ആയിട്ട് വേറെ മധുരത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് നമ്മൾ നല്ല പീസാക്കി എടുത്തിട്ട് പാലും ഐസ്ക്രീമും കൂട്ടിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ പഴം നമ്മൾ ഇതുപോലെ ചെറുതായി മുറിച്ചിട്ടുണ്ട്. ഇനി ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പഴം ഇടുക, ഐസ്ക്രീം ഇട്ട് കൊടുക്കുക, പാലും ഒഴിച്ചു കൊടുക്കുക, നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. രണ്ടിൻ്റെയും കളർ ഏകദേശം ഒന്നാണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള 2 മിൽക്ക് ഷേക്കാണ് ഇന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഗ്ലാസ്സിൽ മാറ്റിയിട്ട് കാണിക്കാം. ഇച്ചിരി ഐസ്ക്രീം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഇതിൻ്റെ മുകളിൽ വൈറ്റ് ആൻഡ് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ നമ്മൾ ഡേറ്റ്സ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡേറ്റ്സ് വിത്ത് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള സ്റ്റാർ സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കാണാം ഭംഗിക്ക്. അപ്പോൾ നമ്മൾ 2 മിൽക്ക് ഷേക്കും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, വളരെ ഹെൽത്തി ആയിട്ടുള്ള, റിഫ്രഷിങ് ആയിട്ടുള്ള, മധുരമൊന്നും, അതായത് പഞ്ചസാരേൻ്റെ മധുരമൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. വേറെ തന്നെ നമ്മൾ ഐസ്ക്രീമിൻ്റെ മധുരവും ആ ഫ്രൂട്ടിൻ്റെ മധുരവും മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഈ റമദാൻ ടൈമിൽ നമ്മൾ ബോഡിക്ക് നല്ലൊരു റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത്. നോമ്പെല്ലാം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡ്രിങ്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ റെസിപ്പി കണ്ടല്ലോ, വളരെ ഈസി അല്ലേ. എല്ലാം ഒന്നിച്ച് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന, അതായത് ഒന്നിനും വേറൊരു സമയമൊന്നും വേണ്ട, എല്ലാം ഒന്നിച്ച് തന്നെ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മിൽക്ക് ഷേക്ക്. അപ്പോൾ ഈ റമദാൻ ടൈമിൽ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്സൊക്കെ കമൻസിലേക്ക് കൂടെ അറിയിക്കുക. ഓക്കെ, ഇനി നല്ല റെസിപ്പീസായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ ഷോർട്ട് വീഡിയോസ് എല്ലാവരും കാണാൻ മറക്കരുത്. Bivi'sTipsലുള്ള ഷോർട്ട് വീഡിയോസും പോയി കണ്ടു നോക്കുക. നല്ല നല്ല റെസിപ്പീസും അതിലുണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു.